നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? y = 13 ഇഫ് y > 5 ആൻഡ് y <= 20 പ്രിൻറ്റ് യോ എൽസ് പ്രിൻറ്റ് ന. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് തോന്നുന്നത് യോ എന്നാണോ ന എന്നോ ആണെങ്കിൽ അത് തെറ്റാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. ഞാനിത് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇൻഡൻറ്റേഷൻ എററാണ് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ പ്രോപ്പർ ഇൻഡൻറ്റേഷൻ ഫോളോ ചെയ്തിട്ടില്ല. ഇവിടെ പ്രിൻ്റ് എന്നുള്ളത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് എഴുതേണ്ടത്. എന്നാൽ മാത്രമേ അത് ഇഫ് ബ്ലോക്കിൽ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എൽസ് ബ്ലോക്കിലായിട്ട് ഈ പ്രിൻ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ അതുപോലെ ഒരു ബ്ലോക്ക് നമ്മൾ ഒഴിച്ചു വിടേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളിത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഡിറ്റർമൈൻ ദ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അതായത് 3 നമ്പേഴ്സ് നമുക്ക് തരികയാണെങ്കിൽ അതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്, n1, n2, n3 എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ടാണ് ഈ വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇനി ഞാൻ പറയാണ് ഇഫ് n1 > n2 ആൻഡ് n1 > n3. ഈ ഒരു കണ്ടീഷൻ എന്താ? n1 n2നേക്കാൾ വലുതോ അതോ n2ന് ഈക്വലോ ആണ്. അതുപോലെ തന്നെ n1 n3യേക്കാൾ വലുതോ n3ക്ക് ഈക്വലോ ആണ്. അങ്ങനെയാണെങ്കിൽ n1 അല്ലേ ഇതിൽ ലാർജസ്റ്റ് നമ്പർ. അതായത് 3 നമ്പേഴ്സ് ഉണ്ട്, n1 n2 n3 എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു നമ്പറാണ് n1. ആ n1 n2നേക്കാളും വലുതാണ്, n3യേക്കാളും വലുതാണ്, അല്ലെങ്കിൽ അവർക്ക് ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് n1 ആണ്. അപ്പോൾ ഞാനിവിടെ പറയാണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞൊരു വാരിയബിളിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് n1 ആണെന്ന്. ഇനി അതല്ലെങ്കിൽ മറിച്ച് if-elif n2 > n1 ആൻഡ് n2 > n3 എന്നാണെന്ന് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ നമ്പറായിട്ടുള്ള n2 n1നേക്കാളും വലുതാണ്, n3യേക്കാളും വലുതാണ്, അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ n2 ആണ്. ഇനി ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആരായിരിക്കും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? n3 ആയിരിക്കും അല്ലേ. അപ്പോൾ എൽസ് ലാർജസ്റ്റ് ആരാണ്? n3. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? നമ്മൾ 3 നമ്പേഴ്സ് ഉണ്ട്, അതിലൊരു നമ്പർ ബാക്കി 2 നമ്പേഴ്സിനേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ ആ നമ്പറാണല്ലോ അവിടുത്തെ ലാർജസ്റ്റ് നമ്പർ. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയാണ് പ്രിൻ്റ് ദി ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് നമ്പർ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ കൊടുക്കുകയാണ് 45 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാനൊരു 1000 കൊടുക്കുന്നു. മൂന്നാമതായിട്ട് 89 കൊടുക്കുന്നു. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ? 1000 ആണ്. ഇത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ വരുന്നുണ്ട് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 1000 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ദാറ്റ് ചെക്സ് വെദർ എ ഗിവൺ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ പോസിറ്റീവ് നമ്പറാണോ അതോ നെഗറ്റീവ് നമ്പറാണോ അതോ 0 വാല്യൂ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട്. നം എന്ന് പറഞ്ഞൊരു വാരിയബിളിലോട്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് ഒരു നമ്പർ സ്റ്റോർ ചെയ്യുകയാണ്. ഇനി ഈ നം എന്നുള്ള വാരിയബിളിലുള്ള വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 0നേക്കാൾ വലുതാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറാണ്, 0യേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്, 0 ആണെങ്കിൽ അത് 0 ആണ്. അപ്പോൾ ഞാനത് if-elif-else സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇഫ് നം > 0നേക്കാൾ വലുതാണെങ്കിൽ എന്താണ്? അതൊരു പോസിറ്റീവ് നമ്പറാണല്ലേ. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാം പോസിറ്റീവ് നമ്പർ. ഇനി അതല്ല 0നേക്കാൾ ചെറുതാണെങ്കിലോ എലിഫ് നം <0 ആണെങ്കിൽ അതെന്താണ്? അതൊരു നെഗറ്റീവ് നമ്പറാണ്. പ്രിൻ്റ് നെഗറ്റീവ് നമ്പർ. ഓക്കെ, ഇനി ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത്
സീറോയിനേക്കാൾ വലുതുമല്ല, സീറോയിനേക്കാൾ ചെറുതുമല്ല. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്താണ്? അത് 0 തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 0 എന്ന് പ്രിൻ്റ് ചെയ്യാം. 0. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യം 85 എന്ന് കൊടുക്കുകയാണ്. ഔട്ട്പുട്ടായിട്ട് എന്താ വരുന്നത്? പോസിറ്റീവ് നമ്പറാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുമ്പോൾ 0 തന്നെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുത്ത് നോക്കാം. -5 കൊടുക്കാം. നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ചെക്ക് ഇഫ് എ ക്യാരക്ടർ ഈസ് എ വവൽ ഓർ കൺസണൻറ്റ്. അതായത് ഒരു ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ അത് വവലാണോ കൺസണൻ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വവൽസ് ഏതൊക്കെയാണ്? A, E, I, O, U ആണ് വവൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു ക്യാരക്ടർ എടുത്തിട്ട് ആ ക്യാരക്ടറിനെ ക്യാർ എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയാണ് ഇഫ് കാർ ഇൻ A, E, I, O, U. അതായത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഇൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാണ് ക്യാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഈ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സിലുണ്ടോയെന്ന്. അതായത് ഈ ലിസ്റ്റിൽ എന്തൊക്കെയാണ്? വവൽസ് മാത്രമാണുള്ളത്. ഇതിൽ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടോയെന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് എന്താ വരിക? ഒന്നെങ്കിൽ ട്രൂ എന്ന് വരും, അല്ലെങ്കിൽ ഫാൾസ് എന്ന് വരും. ട്രൂ വന്നു കഴിഞ്ഞാൽ ഈ ഇഫ് ബ്ലോക്കിലുള്ള കോഡായിരിക്കും റൺ ആവുക. ഓക്കെ, അങ്ങനെ ട്രൂ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? പ്രിൻ്റ് കാർ ഈസ് എ വവൽ. കാർ എന്ന് പറയുന്നത് ഒരു വവലാണെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലെങ്കിലോ? എൽസ് പ്രിൻ്റ് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസണൻ്റ് ആണ്. ഇറ്റ്സ് എ കൺസണൻ്റ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ജെ കൊടുക്കുകയാണ്. ജെ ഔട്ട്പുട്ടായിട്ട് എന്താ വരുന്നത്? ജെ എന്ന് പറഞ്ഞാൽ ഒരു കൺസണൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ യു കൊടുക്കുകയാണ്. യു കൊടുത്തപ്പം യു ഇസ് എ വവൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഒ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ഒ കൊടുത്തപ്പം ഇവിടെ വന്നത് കൺസണൻ്റ് ആണ്. കാരണം ഇത് കേസ് സെൻസിറ്റീവാണ്. നമ്മൾ ഇവിടെ വവൽസിനെ മൊത്തം സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റേഴ്സിൽ വരുമ്പോൾ മാത്രമേ ഇത് വവലായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാത്തതൊക്കെ അവർ കൺസണൻ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററായിട്ട് ഒ എഴുതിയപ്പോൾ നമുക്കത് കൺസണൻ്റ് ആണെന്ന് വന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ കിട്ടുന്ന ഇൻപുട്ടായിട്ട് വരുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അത് സ്മോൾ ലെറ്റർ ആയിക്കോട്ടെ ക്യാപിറ്റൽ ലെറ്റർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, പക്ഷേ അതിന് നമ്മൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് സ്മോൾ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഒ കൊടുക്കുകയാണ്. കണ്ടോ, ഒ ഇസ് എ വവൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുത്ത് നോക്കാം. അതൊരു വവലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ദാറ്റ് അസൈൻസ് എ ലെറ്റർ ഗ്രേഡ് ടു സ്റ്റുഡൻറ്റ് ബേസ്ഡ് ഓൺ ദെയർ എക്സാം സ്കോർ. ദ ഗ്രേഡിംഗ് സ്കെയിൽ ഈസ് ആസ് ഫോളോസ്. അതായത് ഒരു എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് സ്കോർ കിട്ടിയിട്ടുണ്ട്. ആ സ്കോറിനനുസരിച്ചിട്ട് അവർക്ക് ഗ്രേഡ് കൊടുക്കാനാണ് പറയുന്നത്. 90 അതിന് മുകളിലോ ആണെങ്കിൽ എ കൊടുക്കണം, 80 മുതൽ 89 വരെയാണെങ്കിൽ ബി. അങ്ങനെ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കോർ ഇൻപുട്ടായിട്ട് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ആ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, 90 കൂടുതലോ ഈക്വലോ ആണെങ്കിൽ എന്താണ്? അത് എ ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഗ്രേഡ് ഈക്വൽ ടു എ. ഇനി അതല്ലെങ്കിലോ? എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, അതായത് 80 ഈക്വലോ അത് 80 മുകളിലോ ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 80 മുകളിൽ എന്ന് പറയുമ്പം ഈ 90 വരുമല്ലോ എന്ന്. പക്ഷെ അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു 90 മുകളിലാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. 90 മുകളിലല്ലാത്തത് കൊണ്ട് മാത്രമാണ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈത്തൺ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിന് അപ്പർ ലിമിറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.
ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 നമുക്ക് എന്താണ് വേണ്ടത്? ഗ്രേഡ് എന്ന് പറയുന്നത് ബി ആയിരിക്കും അല്ലേ? ഗ്രേഡ് ഈക്വൽ ടു ബി. ഇനി അതും അല്ലെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു എലിഫ് ആഡ് ചെയ്യുക. എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണെങ്കിൽ അതെന്താണ് ഗ്രേഡ്? ഗ്രേഡ് ഈക്വൽ ടു സി. എലിഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 60ക്ക് മുകളിലാണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ 60ക്ക് ഈക്വലോ മുകളിലോ ആണെങ്കിൽ ഗ്രേഡ് എന്ന് പറയുന്നത് ഡി ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഗ്രേഡ് എന്താണ്? എഫ് ആണ്. ഗ്രേഡ് ഈക്വൽ ടു എഫ്. ഇത് നമുക്ക് ഇനി പ്രിൻ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ പറയാണ് പ്രിൻ്റ് ദ സ്റ്റുഡൻറ്റ്സ് ഗ്രേഡ് ഈസ്, എന്നിട്ട് നമ്മളോട് സ്കോർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഞാൻ 75 എന്ന് എൻ്റർ ചെയ്യാം. 75 എൻ്റർ ചെയ്യുമ്പോൾ എന്താണ്? അത് സി ആണെന്ന് പറയുന്നത്. 70നും 79നും ഇടയിലാണെങ്കിൽ സി ആണ്. ഓക്കെ. ഇനി ഞാനൊരു 98 കൊടുക്കാം. 98 കൊടുത്താൽ എ ആണ്. ഒരു 20 കൊടുത്താൽ എഫ് ആണ്. അപ്പോൾ നമ്മുടെ കോഡ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ദാറ്റ് ഡിറ്റർമൈൻസ് ദ കാറ്റഗറി ഓഫ് എ ഗിവൺ നമ്പർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് റേഞ്ച്. ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രോഗ്രാം ഷുഡ് ടേക്ക് എ നമ്പർ ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വെദർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ ഓർ സീറോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ സീറോ ആണോ എന്ന് പറയണം. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് ഇറ്റ് ഷുഡ് ഫർദർ ഡിറ്റർമൈൻ വെദർ ഇറ്റ്സ് ഈവൻ ഓർ ഓഡ്. അതായത് ഇപ്പോൾ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം ആ നമ്പർ ഒരു ഓഡ് നമ്പർ ആണോ അതോ ഈവൻ നമ്പർ ആണോ എന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ കോഡ് നമുക്ക് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതായത് നമ്പർ നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് നം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. നമ്പർ 0 വലുതാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറാണ്, 0 ചെറുതാണെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്, 0 ആണെങ്കിൽ 0 ആണ്. ഇനി എന്താ പറയുന്നത്? ഇത് കൂടാതെ നമുക്ക് ചെയ്യേണ്ടത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോസിറ്റീവിൻ്റെ താഴെയായിട്ട് വീണ്ടും പുതിയൊരു കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. എന്നാൽ ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0 ഡബിൾ ഈക്വൽ ടു 0 പ്രിൻറ്റ് ഈവൻ നമ്പർ. അതായത് നമ്മൾ ഓൾറെഡി ഇതൊരു പോസിറ്റീവ് നമ്പറാണെന്ന് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡറായിട്ട് 0 വരുന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ നമ്പറാണ്, അതല്ലെങ്കിൽ അതെന്താണ്? അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ പറയാം പ്രിൻ്റ് ഓഡ് നമ്പർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു if-elif-else സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മളൊരു if-else കണ്ടീഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ നമ്മൾ ഒരു if-elif-else സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു if-else സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് if-else സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റൊക്കെ പഠിച്ച പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. 0 എന്ന് വരുന്നുണ്ട്. ഇനി ഞാനൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കാം. -8 കൊടുക്കുന്നു. ഔട്ട്പുട്ടായിട്ട് നെഗറ്റീവ് നമ്പർ എന്ന് വരുന്നുണ്ട്. ഇനി നമ്മൾ പോസിറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ അത് ഓഡാണോ ഈവൻ ആണോ എന്ന് പറയണം. 89 കൊടുക്കുന്നു. 89 കൊടുത്തപ്പം പോസിറ്റീവ് നമ്പർ എന്ന് വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അതൊരു ഓഡ് നമ്പറായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 കൊടുത്തു നോക്കാം. 10 കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് നമ്പറാണ്, പക്ഷേ അത് ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മുടെ കോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 6 ക്വസ്റ്റ്യൻസാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.